ആരതി മോളെ, ഇതാ മോളെ പലഹാരം. ഇന്ന് അച്ഛൻ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. നീ അച്ഛനെ കുടിക്കുകയില്ല. മോൾക്കത് ഇഷ്ടമല്ലല്ലോ. മോള് വാ, എനിക്ക് നിന്നോട് ഒത്തിരി സ്വകാര്യം പറയാനുണ്ട്. ഇല്ല, ഞാൻ വിടില്ല. മോള് വന്നേ, അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ മോളോട് പറയാനുണ്ട്. അമ്മേ, മാധവ, അവരാരും ഇവിടെ ഇല്ല. അത് കണക്കൂട്ടി തന്നെ ഞാനിവിടെ വന്നത്. അമ്മേ, അച്ഛൻ മാധവൻ, ഞാനൊരു വൃത്തികെട്ട സ്വപ്നം കണ്ടമ്മേ. പകല് കിടന്ന് ഉറങ്ങരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. സ്കൂള് തുറക്കല്ലേ, 2 എണ്ണത്തിന്റെ അളവെടുക്കാൻ ഞാൻ തയ്യക്കട വരെ പോയതാ. ആഹാ, ഞാൻ ഇവർക്കുള്ള പലഹാരം കൊണ്ടുവന്നിട്ട് കുറെ നേരമായി. ഇവളുടെ പിച്ചിമ്പയും കണ്ട് പുറത്തങ്ങനെ നിൽക്കുമായിരുന്നു. നിങ്ങൾ വന്നിട്ട് അകത്ത് കയറാന്ന് കരുതി. മാധവ, ഇതാ മോനെ പലഹാരമാണ്, എല്ലാവർക്കും മെതിച്ചു കൊടുക്ക്. ഇതാ വാങ്ങിക്കേ. ഇങ്ങത്താ ചേട്ടാ, ഞാൻ കൊടുക്കാം. പലതും മനസ്സിലാക്കാൻ മദ്യം സമ്മതിക്കില്ല, സ്നേഹം പോലും. ഒരുപാട് തെറ്റുണ്ട് മക്കളെ അച്ഛന്. അച്ഛൻ തിരുത്താൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങളെല്ലാവരും അച്ഛന്റെ മക്കളാ, പൊന്നു മക്കൾ. ഈശ്വര, നല്ല ബുദ്ധി തോന്നിയല്ലോ. പപ്പയടിച്ച് നമുക്ക് പോകാം. കൊന്നുകളെ ഞാൻ. മിണ്ടാൻ എന്റെ കൂടെ വന്നോണം. വാ ഇവിടെ. ഉമ്മുമ്മ, വാപ്പയും ഉമ്മയും ഇവിടെ ഉണ്ട്. പുറത്തിറങ്ങാത്തതാ. എന്റെ റബ്ബേ, എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യേ. മൂത്ത നിന്നെ ഡോക്ടറാക്കാനും ഇവനെ എഞ്ചിനീയർ ആക്കാനുമാ അവരാഗ്രഹിച്ചിരുന്നത്. അതിനായിരിക്കും മോഷ്ടിച്ചത്. ഇപ്പൊ തന്നെ പലരും കളിയാക്കാൻ തുടങ്ങി. ഇപ്പൊ ഡോക്ടറായ കള്ളന്റെ മകൻ ഡോക്ടറായെന്ന് പേര് കിട്ടും. ഞാൻ എഞ്ചിനീയർ ആയാലോ? കള്ളന്റെ മകൻ എഞ്ചിനീയർ എന്ന് പേര് കിട്ടും. അസ്സലാമലൈക്കും. അലൈക്കും അസ്സലാം. ഏയ് ഷേഷ്മക്, എന്താ മനസ്സിലായില്ല? പേരെന്താന്ന്? എനിക്കറിയാം, നിങ്ങൾ പറയണ്ട. നുഫൈൽ, നൗഫൽ. ഉമ്മ, സലീമകത്തുണ്ടോ? ഇല്ല സാഹിബേ. എന്നെ അറിയുമോ?
പത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ബാപ്പയെ കൊണ്ടുപോകരുത്. ഞങ്ങൾക്ക് ബാപ്പയെ അത്ര ഇഷ്ടവാ. നിങ്ങള് പാപ്പ ചതിയന കല്ലന കല്ലൻ. ഇത്ര നല്ല മക്കളെ കിട്ടിയവൻ അന്യന്റെ സ്വത്ത് എലിക്കുമോ? ഈ മക്കളെ ഓർത്ത് അവനോട് ക്ഷമിക്കണേ. അവനെ കാണട്ടെ. മക്കള് എനിക്കുമുണ്ട്. മക്കളോട് മുഹബത്തുള്ളവൻ ഇങ്ങനെ കാണിക്കില്ല. നിങ്ങളെ കരയണ്ട. മക്കളുടെ കരച്ചിൽ എനിക്ക് സങ്കടമാണ്. പോകുന്നു ഉമ്മ. ഈ മക്കളെ കണ്ടപ്പോ എന്റെ കൽപ്പിട്ട് ഒരു പഴത്തിൽ. ഇതാ മക്കളെ, വാങ്ങിക്കൂ. സന്തോഷമായോ? Are you happy? അസ്സലാമലൈക്കും മാ. അലൈക്കും അസ്സലാം. പോകുന്നു. എന്റെ പൊന്നു മക്കളെ, എന്റെ ബദ്രീങ്ങളെ കാത്ത്. കണ്ടിട്ടെന്തോ കുഴപ്പമുള്ള പോലെ. വാ നോക്കാം. ഈ അങ്കിളിനെ എനിക്ക് അറിയാവുന്നതാ. വലിയ ഫോട്ടോഗ്രാഫറാ. അപകടം പറ്റി 2 കാലും തളർന്നു പോയതാ. കാറൊക്കെ ഓടിക്കും. മാമാ ബോധം പോയതാ. ഇച്ചിരി വെള്ളം കിട്ടിയെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ പോയി ഡോക്ടറിനെ വിളിച്ചോണ്ട് വരാം. ഡോക്ടർ വരുവോ? ചൈതന്യ ഹോസ്പിറ്റലിലെ സലീം ഡോക്ടർ വളരെ നല്ല മനുഷ്യനാ. ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്താ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം. ആരാത്? എന്താ മോനെ? ഒരങ്കിള് ബോധം കെട്ടി കിടക്കുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെ. സാധാരണ അസുഖങ്ങളൊക്കെ തന്നെ. ഇല്ലാത്ത രോഗങ്ങളൊന്നും ഇല്ലല്ലോ ഡോക്ടറെ. പിന്നെ മരുന്നും ആഹാരവും സമയാസമയങ്ങളിൽ കഴിക്കും. ആഹാരം അല്പം കൂടുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടല്ലോ. കഴിക്കരുതെന്ന് പറയുന്ന ആഹാരത്തോടാണ് കൂടുതൽ താല്പര്യം. ഉം. എങ്കിലും ഡോക്ടറുടെ മുഖം ഓർക്കുമ്പോൾ ഒന്ന് പതുങ്ങും. വരൂ. നന്ദിയുണ്ട് ഡോക്ടറെ. വേറെ വല്ലോടും ആയിരുന്നെങ്കിൽ ഹൃദയം എന്നേ കീറി മുറിച്ചേനെ. ആക്ച്വലി ഹി നീഡ്സ് എ ഗ്രാഫ്റ്റ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഇവിടെ വരുന്നവർക്കെല്ലാം അത്ഭുതങ്ങളാണല്ലോ സംഭവിക്കുന്നത്. ആ മിടുക്കനായല്ലോ. എല്ലാം ഡോക്ടറുടെ കാരുണ്യം. ഓൾ റൈറ്റ്. ഇപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല ഡോക്ടറെ. 3 നിലയുടെ മണ്ടയ്ക്കൊന്നല്ല വീണത്. ഇത്രയൊക്കെ ആയാൽ പോരെ? അയ്യോ, അതുകൊണ്ട് പറഞ്ഞതല്ല. നടക്കും. നിങ്ങളെ ഓടിച്ചിട്ട് ഈ ആശുപത്രിയിൽ നിന്ന് വിടൂ അല്ലേ ഡോക്ടറെ? വളരെ വളരെ സന്തോഷം ഡോക്ടർ. ബോധം കെട്ടുകിടന്ന എന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യത്തിനായി ഈ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത്. നിങ്ങളൊക്കെ എത്ര നല്ല ഡോക്ടേഴ്സാ, എത്ര നല്ല ജോലിക്കാരാ ഇവിടുത്തേത്. ആയിക്കോട്ടെ മനോജേ, ആ വാക്കറോട് കൊടുത്തു വിട്ടേക്കണേ. ശരി ഡോക്ടർ, കൊടുക്കാം. ഡോക്ടറിന്റെ മുറിയോടാ. അമീൻ ഡോക്ടറാണോ സലീം ഡോക്ടർ? ഏതെങ്കിലും ഡോക്ടർ. സലീം ഡോക്ടറുടെ റൂമാണെങ്കിൽ അതാ. ഡോക്ടറെ ഞാൻ ഉഫയില് ഇവിടെയൊക്കെ എന്തുവാ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ. മോഹനോ? കാരണ പ്രവർത്തകൻ. എന്ത് പറ്റി മോനെ? അവിടെ ബോധമില്ലാതെ കിടക്കുന്നു. എവിടെ? ആ വൈദ്യശാല ജംഗ്ഷനില്. മോൻ എങ്ങനെയാ വന്നത്? സൈക്കിളില്. ആ
മോൻ പൊയ്ക്കോ ആ, ശരി, ഞാൻ വന്നേക്കാം ഡോക്ടറെ. ഞാൻ വരാം